നന്മ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ബിലാല്? നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്? മലക്കുകളെ സ്നേഹിക്കുന്നവനാകാൻ, മലക്കുകൾ ഇഷ്ടപ്പെടുന്നവനാകാൻ, മലക്കുകളെ പേര് പറയുന്ന അവസ്ഥയിൽ മലക്കുകൾക്ക് പരിചയമുള്ള സഹാബിയാകാൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നുണ്ടല്ലോ. ബിലാലേ, എന്ത് നന്മയാണ് നീ ചെയ്യുന്നത്? ബിലാല് തങ്ങൾക്ക് പറയാ മടിയായിരുന്നു, ബിലാല് തങ്ങൾക്ക് പറയാ മടിയായിരുന്നു. പക്ഷേ അള്ളാന്റെ റസൂല് ചോദിക്കുകയല്ലേ, അള്ളാന്റെ റസൂല് ചോദിക്കുകയല്ലേ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ദായിമല്ലോ, ഞാൻ എപ്പോഴും ഒന്നുവുള്ളവനാ നബിയേ, ഞാൻ എപ്പോഴും ഒന്നുവുള്ളവനാ നബിയേ. ഒന്നു മുറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചെന്ന് ഒന്നുവെടുക്കും നബിയേ. ഞാൻ എപ്പോഴും ഒന്നുവോടുകൂടി നടക്കുന്നവനാ, എനിക്കൊന്നുമില്ലാതെ നടക്കാൻ മടിയാണ് നബിയേ. അത് ഉറക്കമാണെങ്കിലും നിസ്കാരമാണെങ്കിലും വെറുതെ നടന്നാൽ എപ്പോഴും ഒന്നു ചെയ്യുന്ന സ്വഹാബിയാണ് ബിലാൽ തങ്ങൾ. അങ്ങനെ ആയിരുന്നു. നീ നിസ്കരിക്കുന്ന സമയത്ത് പോലും ഞാനും നിങ്ങളും നേരെ വുളു ചെയ്യാറില്ല. ബിലാൽ തങ്ങൾ വെറുതെ ഇരുന്നാലും ഒലുവെടുത്തിട്ടിരിക്കുമായിരുന്നു. അവിടുന്ന് ദിക്ർ പറയുമ്പോഴും ഒലുവെടുത്തിട്ടിരിക്കുമായിരുന്നു. അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഒലുവെടുത്തിട്ടിരിക്കുമായിരുന്നു. അവിടുന്ന് കിടന്നുറങ്ങുമ്പോഴും ഒലുവെടുത്തിട്ടിരിക്കുമായിരുന്നു. പെങ്ങളെ, നിനക്ക് പ്രതിഫലമറിയില്ലല്ലോ. എടാ ചെറുപ്പക്കാരാ, ഒലുവെടുത്തിട്ട് വേണം നടക്കാൻ, ഒലുവെടുത്തിട്ട് വേണം കിടക്കാൻ, ഒലുവെടുത്തിട്ട് വേണം മരിക്കാൻ. നിനക്കതിന്റെ പ്രതിഫലം അറിയാനിട്ടാണ്, അല്ലാഹു തരുന്ന പ്രതിഫലത്തെ കുറിച്ച് നിനക്കറിയാനിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒന്നുമില്ലാതെ കിടന്നുറങ്ങരുത് മോളെ, ഒന്നുമില്ലാതെ കിടന്നുറങ്ങരുത്. അതാ ഒരാള് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്നുപെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ, ഒന്നുപെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിന്റെ ഉറക്കം പോലും ഇബാദത്തോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ബാത താഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖലു സഅതൻ മിൻ ലൈൽ അല്ലാഹുമ്മ ഗഫർ ലഹു അല്ലാഹുമ്മ റഹംഹു. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉളുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഉളുവില്ലാതെ ഒറ്റ ഒരുത്തിയും കിടന്നുറങ്ങരുത്. എന്റെ ചെറുപ്പക്കാരാ, ഉളുവില്ലാതെ കിടന്നുറങ്ങരുതടാ. ഉളുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഒരു മനുഷ്യൻ ഉളുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ തലയുടെ ഭാഗത്ത് മലക്ക് കാവല, തലയുടെ ഭാഗത്ത് മലക്ക് സാക്ഷിയാ. ആ മലക്ക് പറയുന്നത് എന്തെന്നറിയോ? നീ ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുമ്പോ ആ മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗഫർ ലഹു, ഇവന് പുറത്തു കൊടുക്കണേ അല്ലാ. ഈ ഒന്നുപെടുത്തിട്ട് കിടന്നുറങ്ങുന്ന പെണ്ണിന് നീ പുറത്തു കൊടുക്കണേ തമ്പുരാന്, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ തമ്പുരാന്, നീ കരുണ കാണിക്കണേ തമ്പുരാന്. മലക്കുകൾ നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് നീ എഴുന്നേക്കുന്നത് വരെ ദുആ ചെയ്യുകയാ, മലക്കിന്റെ ദുആ കിട്ടുകയാ. ഒരു മലക്ക് ദുആ ചെയ്താൽ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വരും രക്ഷപ്പെടുമെന്നാണ്. അങ്ങനെയുള്ള മലക്കുകൾ നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് നിന്റെ പാപം പൊറുക്കാ, നിന്നോട് അല്ലാഹു കരുണ കാണിക്കാ. പടച്ചവനെ, നിനക്ക് ഇബാദത്തിന്റെ കൂലി തരാ. അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. അത് മാത്രമല്ല, ഒലുവെടുത്തിട്ടേ കിടക്കാവോ, ഒലുവെടുത്തിട്ടേ ഉറങ്ങാവോ. കാരണം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ. അതറിയണമെങ്കിൽ വെളുപ്പാങ്കാലത്ത് ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ നീ ആദ്യമായിട്ട് പറയുന്നു അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാടല്ലോ. അല്ലാഹുവിനെ സ്തുതിക്കുന്നല്ലോ. എന്തിനാ പെങ്ങളെ അല്ലാഹുവിനെ സ്തുതിക്കുന്നത്? അതിനുശേഷം നീ പറയുമല്ലോ, അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അതിന്റെ അർത്ഥം എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, മരിച്ചു കിടന്നിരുന്ന എനിക്ക് ജീവിക്കാൻ ഒരു ദിവസം കൂടെ അവസരം തന്നല്ലോ. അൽഹംദുലില്ലാഹ്.
അവിടെ അൽഹംദുലില്ലാ പറയുന്നത് അതിനു വേണ്ടിയാ. അതുകൊണ്ട് പെങ്ങള് ഒളിവെടുത്ത് കഴിഞ്ഞാല് മലക്കുകൾ നിന്നെ സ്നേഹിക്കുകയാണ്, മലക്കുകൾക്ക് നിന്നെ പരിചയമാണ്, നിന്റെ പേരറിയാ, നിന്റെ വീടറിയാ, നിന്റെ ശബ്ദമറിയാ, നിന്റെ രൂപമറിയാ, എല്ലാ മലക്കുകൾക്ക് പരിചയമാണ്. ഒളിവെടുത്തിട്ടാണ് കിടന്നു മരിക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല ഒളിവെടുത്തിട്ട് മരിക്കല്. ഒളിവോടുകൂടി മരിക്കാൻ ഭാഗ്യം കിട്ടുക അത് ലോകത്ത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കിട്ടുന്ന കാര്യമാ. ഒളിവെടുത്തിട്ട് മരിച്ചാൽ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിന്റെ കൂടെ ഒരു മലക്ക് കൂടെ കടന്നു വരികയാ. ഒളിവെടുത്തിട്ട് മരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഒളിവോടുകൂടി മരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ അസ്റായീൽ മാത്രമല്ല, അവന് സാധാരണ ആളല്ല, അവള് സാധാരണ ആളല്ല, അവള് മലക്കുകൾ ഇഷ്ടപ്പെട്ടവരല്ലേ. ഒളിവെടുത്ത് നടക്കുന്നവർ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമല്ലേ. അതുകൊണ്ട് നിന്റെ റൂഹ് പിടിക്കുമ്പോ നേതാവ് കടന്നു വരികയാ. നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് മലക്കുകളുടെ നേതാവ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ഒളിവോടു കൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. മലക്കുകളുടെ നേതാവിനെ കാണണ്ടേ. ലോകത്ത് കടന്നു വന്ന ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയാ നബിയും യഹ്യാ നബിയും ദാവൂദ് നബിയും സുലൈമാൻ നബിയും അല്ലാഹുവേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുടെ മുന്നിലേക്ക് വഹിയുമായിട്ട് കടന്നു വന്ന മലക്കുകളുടെ നേതാവായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സറഫാക്കപ്പെട്ട മുഖം കണ്ടുകൊണ്ട് മരിക്കാൻ കൊതിയില്ലേ ചെറുപ്പക്കാരാ? വാപ്പാ നിനക്ക് ആഗ്രഹമില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും ചോദിച്ചില്ല, ജിബ്രീലേ എനിക്ക് നിന്റെ രൂപമൊന്ന് കാണിച്ചു തരുമോ ജിബ്രീൽ? എനിക്ക് നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് ജിബ്രീൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അവിടെ ആഗ്രഹത്തോടു കൂടി ചോദിച്ച ജിബ്രീൽ അതാ വഫാത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ റൂഹ് പിടിക്കാമെന്ന അസ്റായീലിനോട് ചോദിക്കുന്നു, എന്റെ കൂട്ടുകാരൻ എവിടെ? എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും എന്റെ കൂടെ നിന്ന ജിബ്രീലിനെ എനിക്കൊന്ന് കാണണം അസ്റായീൽ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും മരണത്തിന്റെ സമയത്ത് വിളിച്ചിറക്കിയിട്ട് കാണാൻ കുതിച്ച ആ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കണ്ടുകൊണ്ട് മരിക്കണ്ടേ? ആ ജിബ്രീൽ എന്ന മലക്കിന്റെ സാന്നിധ്യം വേണ്ടേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, നിങ്ങൾ ഒളിവോടുകൂടി ജീവിക്കണേ, നിങ്ങൾ ഒളിവോടുകൂടി മരിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുന്നു, ബിലാലേ എന്ത് നന്മയാ നിന്നെ മലക്കുകളെ പരിചയമുള്ളതാക്കിയത്? എന്ത് നന്മയാണ് നിന്റെ പേര് മലക്കുകൾ പറയാൻ കാരണമായത്? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടക്കാൻ കാരണമേത് നന്മയാണ് ബിലാൽ? ആ സമയത്താണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഞാൻ എപ്പോഴും ഒളിവോടുകൂടി നടക്കുന്ന സ്വഹാബിയാ. അതുകൊണ്ട് അഞ്ചാമത്തെ നന്മ എന്താ? ഒളിവെടുക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അഞ്ചാമത്തെ നന്മ എന്താ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവേ ലാ യസ്ബിഉ അബ്ദുൽ വുളൂഇ ഇല്ലാ ഗഫറല്ലാഹു ലഹു മാ തകദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂക്ഷ്മതയോടുകൂടി ഒളിവെടുത്താ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങള് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന് 12:30 ഇവിടെ നിന്ന് പിരിയുമല്ലോ. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ളുഹറിന്റെ ബാങ്ക് വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പിരിയുന്നത്. വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട്, പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട്, അള്ളാഹുവേ ജീവിതത്തിൽ ആദ്യമായിട്ട് സമാധാനത്തോടുകൂടി അള്ളാഹുവേ ഈ ഉളവെടുക്കുന്നതിന്റെ അള്ളാഹുവിന്റെ കാടാരാ, അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കാരാ. അതുകൊണ്ട് ഉളവെടുക്കുമ്പോ, കൈ കഴുകുമ്പോ, മുഖം കഴുകുമ്പോ, വാ കഴുകുമ്പോ, കാല് കഴുകുമ്പോ, നഖത്തിന്റെ ഇടയിലിരിക്കുന്ന പാപങ്ങൾ വരെ അള്ളാഹു പുറത്തു തരുമല്ലോ. എന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും ഞാൻ കഴുകുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിലിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് ചുംബിച്ചാൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമല്ലോ. വെളുത്തു മാണിക്യം പോലെ വെളുത്തു തുടുത്തിരുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് കറുക്കാനുള്ള കാരണമെന്താ? ജനങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവനും വലിച്ചെടുത്തിട്ട് കറുത്തു പോയതാണെന്ന് ചരിത്രം പറയുമ്പോ, നീ നിന്റെ വീട്ടിനകത്ത് ഇവിടത്തെ പള്ളിയില് പൈപ്പിന്റെ ചുവട്ടിലിരുന്ന് ഉളവെടുക്കുമ്പോ അള്ളാഹു നിന്റെ പാപം പൊറുക്കുകയാ. ഉണങ്ങി നിൽക്കുന്ന മരം പിടിച്ച് കുലുക്കിയിട്ട്, ഉണക്കമരം പിടിച്ച് കുലുക്കുമ്പോ അതിനകത്ത് നിന്ന് ഉണക്കയില പൊടിഞ്ഞു വീഴുന്നത് പോലെ ഉളവെടുക്കുന്ന ഒരു മനുഷ്യന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളൊന്ന് പഠിക്കു സഹോദരാ. അള്ളാഹുടെ മുന്നിൽ പോകേണ്ടത് ഹജ്ജ് ചെയ്തിട്ട് വരുന്ന ഹാജിയെ പോലെയാ. അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമസ്കരിക്കാൻ പോകുമ്പോ എല്ലാ പാപങ്ങളും കഴുകി കളഞ്ഞിട്ട് വേണം പോകാൻ. അള്ളാഹുടെ മുന്നിൽ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെയാണ് കടന്നു പോകേണ്ടത്. ഒരു പാപവും ചെയ്യാത്ത മനുഷ്യനെ പോലെ വേണം അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടത്. അങ്ങനെ പോയി നിൽക്കണമെങ്കിൽ നീ ഉളവെടുക്കുന്ന സമയത്ത് സൂക്ഷിക്കടേ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിസാര കാര്യമല്ല, നിസാര കാര്യമല്ല. ഉസ്താദ് എന്തിനാ വുളുവിനെ കുറിച്ച് പറയുന്നത് എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. പെങ്ങളെ, നിനക്കതിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാ, നിനക്കതിന്റെ ശ്രേഷ്ഠത അറിയാഞ്ഞിട്ടാ. നല്ലതുപോലെ വുളുവെടുത്ത് സൂക്ഷ്മതയോടുകൂടി നിസ്കരിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മരിച്ചു കിടക്കുമ്പോ കാണും പെങ്ങളെ, പടച്ചവനെ, മരിച്ചു കിടക്കുന്ന സമയത്ത് വെള്ളത്തുണിയുടെ അടിയിൽ നിന്റെ ജനാസ ഇങ്ങനെ പുതച്ചു കിടത്തുമ്പോ കാണാൻ വരുന്ന പെണ്ണുങ്ങളെ നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തിയിട്ട് അവര് നിന്റെ മുഖത്ത് നോക്കുന്നു. അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു വെളിച്ചമാ അല്ലാ, എന്തൊരു പുഞ്ചിരിയാ അല്ലാ. ജീവിച്ചിരുന്ന കാലത്ത് ഈ പെണ്ണിന് ഇത്രയും വലിയ സൗന്ദര്യമില്ലായിരുന്നല്ലോ. എന്റെ ക്ലാസ് കേൾക്കുന്ന പെങ്ങള്, ഈ പാവപ്പെട്ടവനെ സ്നേഹിച്ചു കൊണ്ടുവന്ന പെങ്ങള്, ഭർത്താവ് എപ്പോഴും പറയും നീ എനിക്ക് ചേർന്നവളല്ല, എനിക്ക് ഗ്ലാമർ ഇല്ലെന്ന് പറഞ്ഞ് നിന്റെ ഭർത്താവ് നിന്നെ പലപ്പോഴും കുത്തുവാക്ക് പറയുമല്ലോ. നിനക്ക് സൗന്ദര്യമില്ലെന്ന് പലപ്പോഴും നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമല്ലോ. എങ്കിലും പെങ്ങള്, മരിച്ചു കിടക്കുന്ന നിന്റെ ജനാസയുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ ഭർത്താവ് മരണം വരെ പറയണം നിനക്ക് വല്ലാത്ത സൗന്ദര്യമായിരുന്നു, നീ ജീവിച്ചിരുന്ന കാലത്ത് നിനക്ക് ഗ്ലാമർ ഇല്ലെന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കിയ നിന്റെ ഭർത്താവ്, ഇടയ്ക്കിടയ്ക്ക് നിന്നെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ച ഭർത്താവ്, ആ ഭർത്താവ് നീ മരിച്ചതിന് ശേഷം മരിക്കുന്ന കാലം വരെ പറയണം എന്റെ ആമിനയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. അവളുടെ മുഖം എനിക്കിന്നും ഓർമ്മയുണ്ടല്ലോ. ലോകത്തിൽ എത്ര വലിയ സുന്ദരിയെ കണ്ടാലും നിന്റെ മുഖം മറന്നു പോകരുത്. നിന്റെ ഭർത്താവിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്റെ മുഖത്തിന്റെ പ്രകാശം കടന്നു ചെല്ലണം. അങ്ങനെ ഒരു പ്രകാശം വേണോ?
മോളെ മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ കവിള് വല്ലാതെ മഞ്ഞ നിറമാകണ്ടേ, മുഖത്തൊരു വല്ലാത്ത പ്രകാശം വരണ്ടേ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കാണാൻ വരുന്നവരെ കൊതിപ്പിക്കണ്ടേ. പെങ്ങളെ, ജീവിച്ചിരുന്ന കാലത്ത് നിന്നെ അപവാദം പറഞ്ഞ, നിന്നെ പരിഹസിച്ച, നിന്നെ വേദനിപ്പിച്ച നിന്റെ നാട്ടുകാരിയായ പെണ്ണുങ്ങൾ നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുമ്പോ എന്തൊരു മരണമാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ. മരിച്ചാൽ ഇങ്ങനെ മരിക്കണം പടച്ചവരെ. അല്ലാഹുവേ, എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ എന്ന് മയ്യത്ത് കാണുന്നവരും ഇടുവരും കൊതിച്ചു പോകുന്ന ഒരു മരണം നിനക്ക് വേണോ? പെങ്ങളെ, നേരെ മുഖം കഴുകുമോളെ, നല്ലതുപോലെ ഒതുവെടുക്കുമോളെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒതുവെടുക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. അല്ലാതെ പള്ളിയിൽ ചെന്നിട്ട് ഒതുവില്ലാതെ നിസ്കാരമില്ല, നിസ്കാരമില്ലാത്തവൻ ഈമാനില്ല. അങ്ങനെ പഠിച്ചവനല്ലേ നീ ഒതുവെടുക്കുമ്പോ നേരെ ഒതുവെടുക്കാതെ പള്ളിക്കകത്ത് ചാടിക്കേറി ചെന്ന് ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിൽ കൈകെട്ടിയിട്ട് ഒതുവില്ലാതെ നിസ്കരിച്ച അത് അല്ലാഹുവിനെ കളിയാക്കലല്ലേ, അത് അല്ലാഹുവിനെ പരിഹസിക്കലല്ലേ. പടച്ചവനെ, അല്ലാഹുവിനെ പരിഹസിച്ചാ രക്ഷപ്പെടുമോ? അല്ലാഹുവിനെ കളിയാക്കിയാ രക്ഷപ്പെടുമോ? നേരെ ഒതുവെടുക്കാതെ അലംഭാവം കാണിച്ചുകൊണ്ട് നമസ്കരിക്കാൻ കയറുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിന്നെയും കളിയാക്കുമടാ, അല്ലാഹു നിന്നെയും കളിയാക്കുമടാ. എപ്പോഴാണ് കളിയാക്കുന്നതെന്നറിയോ? സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ നിന്റെ കുടുംബക്കാര് ചാരത്ത് വന്നിരുന്ന് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമല്ലോ. ഇത് പറഞ്ഞ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിന്റെ ചാരത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമല്ലോ. പറയാ നാവ് പൊങ്ങണ്ടേ, പറഞ്ഞു മരിക്കാ ഭാഗ്യം വേണ്ടേ. എല്ലാവരും പറഞ്ഞു തരുമ്പോ ആഗ്രഹത്തോട് ഷഹാദത്ത് കലിമ പറയാ നീ പരിശ്രമിക്കുമ്പോ നിന്റെ നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിനെ കളിയാക്കിയ നിന്നെ അല്ലാഹു തിരിച്ച് കളിയാക്കുകയാ. അല്ലാഹു നിന്നെ കളിയാക്കുകയാണ്. ഈമാനില്ലാതെ ചത്തുപോകുന്ന രംഗത്തെ കുറിച്ച് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുന്നു, കളിയല്ല. അതുകൊണ്ട് മഗ്ഫിറത്തിന്റെ പത്താ, പാപമോചനത്തിന്റെ പത്താ, പാപം കഴുകിക്കളയേണ്ട പത്താ ദിവസങ്ങൾ തീരാറായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, പാപം കഴുകാനുള്ള എളുപ്പ വഴി എന്തെന്നറിയോ? നിങ്ങൾ ഒന്നു സൂക്ഷിക്കടേ, നിങ്ങൾ ഒന്നു നല്ലതുപോലെ എടുക്കടേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അർഹമുർ റഹീമായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ഇന്ന് വരെ ചെയ്തത് നീ പുറത്തു തരണേ അല്ലാഹ്. ഈമാനില്ലാത്ത മരണം തരല്ലേ അല്ലാഹ്. മരണസമയത്ത് നീ ഞങ്ങളെ കളിയാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്.